Welcome to Srinarayana Guru Open University degree courses. We are studying Introduction to Mass Communication, Block 3, Unit 3, Mass Communication and Culture. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കൾച്ചറിനെ കുറിച്ചാണ്, കൾച്ചറിന്റെ വേരിയസ് ഡയമെൻഷൻസ്, അത് മാസ് മീഡിയയിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഈ കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ നമുക്ക് ആദ്യം കൾച്ചർ എന്താണെന്ന് നോക്കാം. Culture refers to a shared belief, values, customs, behaviors and artifacts and defines a group of society. ഒരു സമൂഹത്തിന്റെ കസ്റ്റംസിന്റെയും വാല്യൂസിന്റെയും ബിഹേവിയർ അഥവാ പെരുമാറ്റ ചട്ടങ്ങളുടെയും അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റി ഷെയർ ചെയ്യുന്ന ബിലീഫ്സിന്റെയും എല്ലാം ആകെ തുകയെ നമുക്ക് കൾച്ചർ എന്ന വാക്കുകൊണ്ട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കിനി കൾച്ചറിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൾച്ചർ എന്താണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമ്മൾ ബിലീഫ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മെറ്റീരിയൽ അല്ലാത്ത ഒരു വശവുമുണ്ട്. അതുപോലെ ഫിസിക്കൽ റിസോഴ്സസ് ആയിട്ടുള്ള ബിൽഡിങ്സും ആർട്ടും ക്ലോത്തിങ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൾച്ചറിൽ വരുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടായിട്ട് തരംതിരിക്കുന്നത്, മെറ്റീരിയൽ എന്നും നോൺ മെറ്റീരിയൽ എന്നും. ഓഫ് കോഴ്സ് മെറ്റീരിയൽ കൾച്ചറിൽ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള, തൊട്ട് അറിയാൻ പറ്റുന്ന, വിസിബിൾ ആയിട്ടുള്ള, കണ്ടറിയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ബിൽഡിങ്സ്, ആർട്ട്, ക്ലോത്ത് ആൻഡ് ടെക്നോളജി, ഇതെല്ലാം വരുന്നത് നമുക്ക് ടാഞ്ചിബിൾ ആണ്, ഇതെല്ലാം വിസിബിൾ ആണ്. സോ ഇതിൽ വരുന്നത് മെറ്റീരിയൽ കൾച്ചറിലാണ് വരുന്നത്. ദെൻ നോൺ മെറ്റീരിയൽ കൾച്ചർ ആണ്. നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ഐഡിയാസ്, ബിലീഫ്സ്, നോംസ്, ലാംഗ്വേജ്, വാല്യൂസ് ഇതെല്ലാം വരുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചറിലാണ്. ഇത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നത് കൾച്ചർ വേഴ്സസ് ലാംഗ്വേജ് എന്ന ഒരു ടോപ്പിക്കാണ്. കൾച്ചറും ലാംഗ്വേജും. നമ്മൾ നേരത്തെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്, കമ്മ്യൂണിക്കേഷനിലെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഈ ലാംഗ്വേജും കൾച്ചറും എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഒരു കാര്യം നമുക്കറിയാം, കൾച്ചർ എന്ന് പറയുന്നത് അതിൽ ലാംഗ്വേജും ഇൻക്ലൂഡഡ് ആണ്. ഒരു സൊസൈറ്റിയുടെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ബിലീഫ്സ്, നോംസ്, ആർട്ട് ഫോംസ്, അതിൽ ഉൾപ്പെടുന്ന ഒരു കോമ്പണന്റ് തന്നെയാണ് ലാംഗ്വേജ്. സോ ലാംഗ്വേജ് കൾച്ചറിന്റെ ഒരു ഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇനി നമ്മൾ കൾച്ചറും ലാംഗ്വേജും ഇത് രണ്ടുമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് സൗണ്ട്സ്, സിംബൽസ്, ജസ്റ്റേഴ്സ് യൂസ്ഡ് ബൈ ഹ്യൂമൻ കൺവേ ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ഇൻഫർമേഷൻ. ഒരു ഹ്യൂമൻ ബീയിങ്സിനിടയിൽ ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, ഒരു അറിവോ അല്ലെങ്കിൽ ഒരു വിവരമോ ഒരാളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൺവേ ചെയ്യുന്നതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളുടെയും അതുപോലെ സിംബലുകളുടെ, സൂചകങ്ങളുടെ, പിന്നെ ജസ്റ്റേഴ്സിന്റെ, ആംഗ്യങ്ങളുടെയും ഒക്കെ സംക്ഷേപങ്ങളുടെയും ഒക്കെ ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റത്തെയാണ് നമ്മൾ ലാംഗ്വേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് കൾച്ചറിന്റെ ഭാഗമാണ്. കൾച്ചറിന്റെ ഒരു നമുക്കൊരു ഇമ്പാർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജിൽ റിട്ടൺ ലാംഗ്വേജ് ഉണ്ട്, റിട്ടൺ അതുപോലെ അൺറിട്ടൺ അതിൽ വരുന്നുണ്ട്, വെർബൽ ഉണ്ട്, നോൺ വെർബൽ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് യൂണിറ്റ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ കൾച്ചർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഷെയർഡ് ബിലീഫ്സ്, വാല്യൂസ്, കസ്റ്റംസ്, ഇതൊക്കെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. സോ ഈ കൾച്ചറും അതുപോലെ ലാംഗ്വേജും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്, ഇനി മാസ് മീഡിയയും കൾച്ചറും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ കൾച്ചറും അതുപോലെ തന്നെ മാസ് മീഡിയയും ഒരു റെസിപ്രോക്കലും അതുപോലെ ഡൈനമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത്. മാസ് മീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൽ ടെലിവിഷൻ വരുന്നുണ്ട്, റേഡിയോ വരുന്നുണ്ട്, ന്യൂസ് പേപ്പേഴ്സ്, ഫിലിംസ്, അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം തന്നെ വരുന്നതാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എൻകംപാസ് ചെയ്യുന്നത് ഇതിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നോളജ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, അതുപോലെ അത് ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മാസ് മീഡിയ എന്ന് പറയുന്നത്. സോ കൾച്ചറും മാസ് മീഡിയയും ഒത്തുപോകുന്ന ഒരു
സംഗതിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് മാസ് മീഡിയ ഇൻ കൾച്ചർ. കൾച്ചറിൽ മാസ് മീഡിയയുടെ റോൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഒന്ന് കൾച്ചറൽ ട്രാൻസ്മിഷൻ ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഒരു സംസ്കാരത്തെ വിനിമയം ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ ഒരു വെസ്റ്റേൺ മൂവി നമ്മൾ കാണുന്ന സമയത്ത് ആ വെസ്റ്റേൺ കൾച്ചറിന്റെ കുറെ ആസ്പെക്ട്സ്, എലമെന്റ്സ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ലാംഗ്വേജ് പഠിക്കാം, അതുപോലെ അവരുടെ ഡ്രസ്സിങ് പാറ്റേൺ, അവരുടെ സോഷ്യൽ കസ്റ്റംസ്, അവരുടെ വാല്യൂ, ഇതൊക്കെ നമുക്ക് ആ ഒരു മൂവിയിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ മീഡിയ നമ്മളെ ആ രീതിയിൽ ഓരോ കൾച്ചറുകളെ തമ്മില് എന്താണ് ലിങ്ക് ചെയ്യുന്ന ഒരു ഫാക്ട് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ കൾച്ചർ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ കൾച്ചറൽ ഇന്റഗ്രേഷൻ, സംസ്കാരത്തിന്റെ ഒരു അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഉദ്ഗ്രഥിപ്പിക്കുന്നത് ഈ മീഡിയക്ക് വലിയ പങ്കുണ്ട്. മീഡിയ എന്ന് പറയുന്നത് അതൊരു ബ്രിഡ്ജ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൾച്ചറിന്റെ അത് ഒരു രണ്ട് കൾച്ചറുകൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട്, അതിനെ പരസ്പരം ലിങ്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇപ്പോ നമ്മള് ഇപ്പൊ വെസ്റ്റ് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, വെസ്റ്റിനെയും ഈസ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിലൊക്കെ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. ദെൻ പോപ്പുലർ കൾച്ചർ ഫോർമേഷൻ ആണ് പ്രധാനപ്പെട്ട ഒരു കൾച്ചർ ഫോർമേഷൻ, ഒരു സംസ്കാരത്തിന്റെ രൂപീകരണം നടത്തുന്നതിൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. അത് പുതിയ പുതിയ ട്രെൻഡുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ ഒരു പോപ്പുലർ കൾച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നു. നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു നിശ്ചിത സമയത്തെ ട്രെൻഡ്, ആ കാലത്തെ തരംഗം എന്ന് പറയുന്നത് ഒരുപോലെ ഇരിക്കും. അപ്പൊ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന റീൽസ് ഒക്കെ ഒരു ആഴ്ചയില് കത്തി നിൽക്കുന്ന റീൽസ് എന്ന് പറയുന്നത് ഒരു സംഗതി ആയിരിക്കും. ഒരു സോങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു കാര്യം എല്ലാവർക്കും ഇടയിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വ്യാപിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതെന്താണ്? ഇത് ഈ മീഡിയയുടെ ഒരു പവറാണ്. ആ മീഡിയ അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട്, എല്ലാവരും ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിൽ അത്രയും പോപ്പുലർ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള ട്രെൻഡുകൾ സെറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു ഡ്രസ്സ്, ഒരു ഫുഡ് ഐറ്റം, ഇതൊക്കെ പെട്ടെന്ന് ആളുകൾക്കിടയിൽ വൈറലാവുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് മീഡിയയുടെ പവർ തന്നെയാണ്. ദെൻ കൾച്ചറൽ ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ ആണ് മറ്റൊന്ന്. കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്ന സാമൂഹിക മാറ്റം. തീർച്ചയായിട്ടും നമുക്ക് ഒരു 10 വർഷത്തിന് ഇങ്ങോട്ട് കേരളം എന്നൊരു ചെറിയ ഭൂമിക മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ 10 വർഷം കൊണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള സാംസ്കാരിക മാറ്റം അനലൈസ് ചെയ്യുമ്പോൾ അതിൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണ്. നമ്മളുടെ ഡ്രസ്സിംഗ് പാറ്റേണിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടുവന്ന മാറ്റം, നമ്മളുടെ സംസാര ഭാഷയിൽ 10 വർഷം കൊണ്ടുവന്ന മാറ്റം, നമ്മുടെ ആറ്റിറ്റ്യൂഡില്, വിദ്യാഭ്യാസത്തോടും മറ്റു കാര്യങ്ങളോടൊക്കെയുള്ള ആറ്റിറ്റ്യൂഡില്, നമ്മളുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള മാരേജ്, കിൻഷിപ്പ്, ഇതിനോടൊക്കെ നമുക്ക് വന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് അത് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് ഈ ഓരോ പീരീഡ് ഓഫ് ടൈം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനിടയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും അതിന് മീഡിയ വഹിച്ച പങ്കും വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ചലഞ്ചിങ് നോംസ് ആണ് മറ്റൊന്ന്. ഈ മാസ് മീഡിയ എന്ന് പറയുന്നത് അത് ട്രഡീഷണൽ നോംസിനെയും അതുപോലെ ഒരു അതിനെ ഈ ട്രഡീഷണൽ നോംസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അത് സൊസൈറ്റിയൽ ഡിബേറ്റ്സ് നടത്തുന്നതിനും അതുപോലെ ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഒരു പലപ്പോഴും സമൂഹത്തിൽ ചൂടേറിയ ചർച്ചകൾക്കൊക്കെ വഴിവെക്കുന്നുണ്ട്. അതുപോലെ ആളുകൾക്കിടയിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് തന്നെ ഒരു നിലവിലുള്ള നിയമ സംഹിതയൊക്കെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് പലപ്പോഴും ധാർമ്മിക അധപ്പതനത്തെ കുറിച്ചും അല്ലെങ്കിൽ സദാചാരപരമായിട്ട് വന്ന മൂല്യച്യുതികളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും അതിനെ വിലയിരുത്തുന്നത് അവരുടെ പെർസ്പെക്റ്റീവ്സ് അനുസരിച്ചിട്ടാണ്. അത് യഥാർത്ഥത്തിലുള്ള മൂല്യം എന്താ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോം സെറ്റ് ചെയ്യുന്നത് ആരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അത് എന്തായാലും ഇത്തരം കാര്യങ്ങള് ആളുകൾക്കിടയിൽ പോപ്പുലർ ആക്കുന്നതില് മീഡിയയ്ക്കാണ് വലിയ പങ്കുള്ളത്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചർ ഓൺ മാസ് മീഡിയ.
കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ്, മാസ് മീഡിയയുടെ മേൽ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. കൾച്ചറൽ വാല്യൂസും ട്രഡീഷൻസും ഒക്കെ ഷേപ്പ് ചെയ്യുന്ന തരത്തിലുള്ള തീംസ്, അതുപോലെ നറേറ്റീവ്സ്, ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ഇതിനൊക്കെ അനുയുക്തമായിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോ ഒരു ബോളിവുഡ് ഫിലിംസ് ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ ഫാമിലി വാല്യൂസിനെയും അതുപോലെ ഫെസ്റ്റിവൽസിനെയും ഒക്കെ ബോളിവുഡ് മൂവീസിലൊക്കെ വല്ലാതെ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പ്രത്യേക സൊസൈറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ റിച്വൽസിനെ കുറിച്ച്, മാരേജ് സെറിമണീസിനെ കുറിച്ച് ഒക്കെ നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു അത് മീഡിയ വഴിയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. ഇപ്പോ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടില്, കേരളത്തില് വന്നിട്ടുള്ള ഈ മാരേജ് സെറിമണിയിൽ വന്നിട്ടുള്ള കാര്യങ്ങള്, വിവാഹത്തിന്റെ തലേ ദിവസങ്ങളിലൊക്കെ നടത്തുന്ന ഫങ്ഷൻസ്, അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ്, ഇതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് നമ്മൾ വല്ലാതെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൽദി, മെഹന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്ന സെലിബ്രേഷൻസിൽ ഈ നോർത്ത് ഇന്ത്യയുടെ സ്വാധീനം വല്ലാതെയുണ്ട്. എങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യൻ സെലിബ്രേഷൻസ് ഇവിടെ എത്തുന്നത്? അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി നമ്മളിലേക്ക് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് അത് കണ്ടു പരിചയിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അതൊരു കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളിലേക്ക് അത് എത്തുന്നത്. ദെൻ ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ വളരെയേറെ ഡിസ്കഷൻസ് നടക്കേണ്ട ഒരു മേഖലയാണ്. ലാംഗ്വേജിലും അതുപോലെ നമ്മുടെ സ്റ്റൈലുകളിലും ഒക്കെ, ലാംഗ്വേജിന്റെ സ്റ്റൈലിലും അതർ സ്റ്റൈൽസ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഇന്ന് മീഡിയ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മീഡിയ കണ്ടന്റ് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, ഇഡിയംസ്, വിഷ്വൽ സ്റ്റൈൽസ്, അതുപോലെ ഡിഫറെന്റ് കൾച്ചേഴ്സിൽ ഉള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല്, നമുക്ക് ഒരു ഗ്ലോബൽ ഷോസ്, അതായത് ഗ്ലോബൽ ഷോസ് നമ്മള് മലയാളം ചാനലുകളിലോ അല്ലെങ്കിൽ ഹിന്ദി, തമിഴ്, കന്നഡ, തെലുഗു ഇങ്ങനെയുള്ള ലോക്കൽ ചാനലുകളിലൊക്കെ നമുക്ക് ഇന്റർനാഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഷോസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങി. അതായത് റിയാലിറ്റി ഷോസ് ഒക്കെ ഒരു 2000 ആണ്ട് മുതൽ ഇങ്ങോട്ടാണ് ഈ റിയാലിറ്റി ഷോസ് മലയാളത്തിലും തമിഴിലും ഒക്കെ പോപ്പുലർ ആയിട്ട് വന്നു തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ ഗ്ലോബൽ ആഗോളതലത്തിന് മുൻപേ ഉള്ള ഒരു സംഗതിയാണ് റിയാലിറ്റി ഷോസ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോ കുറെ ഈ മാസ്റ്റർ ഷെഫ് പ്രോഗ്രാംസ്, ബിഗ് ബ്രദർ അല്ലെങ്കിൽ ബിഗ് ബോസ്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. സോ ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ ആഗോളതലത്തിൽ കുറെ മുൻപ് തൊട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ സ്വാധീനം ഈ മീഡിയ വഴി നമ്മളിലേക്ക് എത്തുന്നു, നമ്മളും അത്തരം പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഈ ഒരു മീഡിയയുടെ സ്വാധീനം വഴിയാണ്. ഇനി റെഗുലേഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി ആണ് മറ്റൊരു പോയിന്റ്. ഈ കൾച്ചറൽ നോംസ് അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ചില ടാബൂസ് ഉണ്ട്. മീഡിയകളുടെ മേലൊരു ടാബൂസ് വെക്കാറുണ്ട്. ടാബു എന്ന് പറയുമ്പോൾ എന്താ, ഒരു വിലക്കുകൾ അല്ലെ, വിലക്കിനെയാണല്ലോ നമ്മൾ ടാബു എന്ന് പറയുന്നത്. സോ അത് കൾച്ചറൽ നോംസ് നമ്മളുടെ പല തരത്തിലുള്ള കൾച്ചറൽ നോംസിന്റെ വയലേഷൻസ് പലപ്പോഴും വരാറുണ്ട്. ഇത്തരം വയലേഷൻസ് കൊണ്ടുവരുന്നതിൽ മീഡിയയ്ക്ക് പങ്കുണ്ടെന്നും അതിന്റെ പേരിൽ നമ്മൾ മീഡിയയുടെ മേല് ചില റെസ്ട്രിക്ഷൻസ് വെക്കാറുണ്ട്. അതുപോലെ ചില സെൻസിറ്റീവ് കണ്ടന്റുകൾ മീഡിയയിൽ വരുന്നതിനെതിരെ ഇപ്പൊ സെൻസർ ബോർഡ് ഒക്കെ നിലവിലുണ്ട്. അപ്പൊ നമ്മൾ അതിനൊക്കെ ചില റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും ഒക്കെ വെക്കുന്നുണ്ട്. ഇനി സെലിബ്രേഷൻ ഓഫ് ഹെറിറ്റേജ് ആണ്. ഈ മീഡിയ പ്രൊമോട്ട് ചെയ്യുന്ന ചില ട്രഡീഷണൽ ആർട്ട്, അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ്, ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റ്സ്, ഇതിനെയൊക്കെ മീഡിയ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി മീഡിയയുടെ പോസിറ്റീവ് ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞതിന് ഏറെക്കുറെ എല്ലാം തന്നെ പോസിറ്റീവ് ഇമ്പാക്ട് ആണ്. പക്ഷെ എങ്കിലും ചില നെഗറ്റീവ് കണ്ടന്റ്സ് കൂടി അതിൽ കയറി വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് കൾച്ചറൽ അവയർനെസ് ആണ്. നമുക്ക് നമ്മുടെ സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് അത് കാരണമാകുന്നുണ്ട്. കൂടാതെ ആ ഒരു കൾച്ചറിനെ പ്രിസർവ് ചെയ്യുന്നതിലും ഒക്കെ ഈ മീഡിയ സഹായകമാവുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ആണ്. നമുക്ക് നമ്മുടെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനും പല കാര്യങ്ങളെ കുറിച്ചും ഇപ്പൊ ചില പ്രോഗ്രാംസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ എല്ലാം പറഞ്ഞ എക്സാമ്പിൾസ് തന്നെയാണ്. അതായത് ഡ്രഗ് അബ്യൂസ്, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങള്, അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങള്, സ്മോക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനുള്ള സഹായകമാവുന്നുണ്ട്. അതുപോലെ സ്ത്രീകളെ തൊഴില് കൂടുതൽ
മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക്, തൊഴിലിടങ്ങളിൽ കൂടുതൽ സുരക്ഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സ്ത്രീകളെ എംപവർ ചെയ്യുന്ന, ശാക്തീകരിക്കുന്ന പരിപാടികൾ വരാറുണ്ട്. കർഷകരെ ശാക്തീകരിക്കുന്ന പരിപാടികൾ, അതുപോലെ സ്ലം ഹാബിറ്റേറ്റിനെ എന്താണ് റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് അവരെ ശാക്തീകരിക്കുന്ന പരിപാടികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് പ്രിസർവേഷൻ ഓഫ് ട്രഡിഷൻസ്. നമ്മുടെ പാരമ്പര്യങ്ങളെ പ്രിസർവ് ചെയ്യുന്നതിൽ ഈ മീഡിയക്ക് വലിയ റോളുണ്ട്. ദെൻ ഗ്ലോബൽ കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് മറ്റൊന്ന്. ഇത് ഒരു ക്രോസ് കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആഗോളതലത്തിൽ തന്നെ കൾച്ചറിനെ ആഗോളതലത്തിലുള്ള ഒരു ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇന്ന് വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ വസ്ത്രധാരണ രീതി, അവരുടെ ഭക്ഷണ രീതി, ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആണ്. ബിക്കോസ് നമ്മളതെല്ലാം നമ്മളുടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫോണിൽ നമ്മൾ അത് കാണുന്നു. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെയുള്ള ധാരണ നമുക്ക് നമ്മളുടെ സ്വന്തം കൾച്ചർ ആയിട്ടത് മാറുന്നുണ്ട്. അങ്ങനെ ഈ ഒരു നമുക്ക് ദൂരെ ഉള്ള കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ എത്തുന്നു. അത് കൾച്ചറിലും അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. ഇനി കൾച്ചറൽ ഇറോഷൻ ആണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതായത് സാംസ്കാരിക ചുതി, നമ്മളുടെ സംസ്കാരത്തിന്റെ തനിമ നഷ്ടപ്പെട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ കൾച്ചർ കയറി വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിലൂടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള തനതായിട്ടുള്ള കൾച്ചറിന്റെ ഒരു പ്യൂരിറ്റി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഈ പ്യൂരിറ്റി നഷ്ടപ്പെടുക എന്നുള്ളത് അത് വേറെ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താണ് സംസ്കാരത്തിന്റെ പ്യൂരിറ്റി എന്നും ആ സംസ്കാരം എന്നത് എന്നും ഒരേപോലെ നിലനിൽക്കേണ്ടതാണോ എന്നൊക്കെയുള്ളത് വേറെ ചർച്ചയാണ്. വാട്ട് എവർ ഇറ്റ്, നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ സംസ്കാരത്തിൽ തനതായിട്ടുണ്ടായിരുന്ന കുറെ കാര്യങ്ങളുടെ ഒരു ഒലിച്ചുപോക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇൻഡിജീനസ് കൾച്ചർ, ഇൻഡിജീനസ് ലാംഗ്വേജ് ഒക്കെ അതിന്റെ യൂസിലൊക്കെ ഡിക്ലൈൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഒരു കൺസ്യൂമറിസവും ഒരു മെറ്റീരിയലിസവും കൊണ്ടുവരുന്നതിൽ ഈ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. വ്യക്തിബന്ധങ്ങളെക്കാൾ ഉപരിയായിട്ട് ഒരു മെറ്റീരിയൽ കൾച്ചറിന് പ്രാമുഖ്യം ലഭിക്കുന്ന രീതി ഇവിടെ വരുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.